ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെള്ളരിക്കയും ചക്കക്കുരും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു കൂട്ടാനാണ്. ഇപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു നല്ല നാടൻ കറിയാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഇപ്പോൾ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വെള്ളരിക്കയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളരിക്ക ഞാനത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ചക്കക്കുരും ഇതതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഇത് അടച്ച് വെച്ചതിന് ശേഷം 2 വിസിൽ വരുത്താം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലാണ് ഇട്ട് വരുത്തേണ്ടത്. ഇപ്പോൾ ഇത് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 വിസിൽ വരട്ടെ. കുക്കറിൽ വിസിലൊക്കെ വന്നാൽ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ തന്നെയാണ് കേട്ടോ. തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ ജീരകമാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. പിന്നെ ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല നൈസായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു സ്പൂണിലെടുത്ത് കാണിച്ചു തരാം. ഇതതുപോലെയാണ് അരഞ്ഞ് കിട്ടേണ്ടത്. കണ്ടില്ലേ, ഇതതുപോലെ. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് കുക്കറിൽ 2 വിസിലൊക്കെ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷമാണ് കേട്ടോ ഇത് തുറക്കണത്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിലിൽ തന്നെ നമുക്ക് ചക്കക്കുരുവൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് ചക്കക്കുരുവൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോഴാണ് ആ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ്. ഇത് ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വേറെ വേറെ കിടക്കുമ്പോൾ നമുക്കൊരു അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോഴാണ് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അത് വിചാരിച്ച് ചക്കക്കുരു മുഴുവനായിട്ട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കരുത് കേട്ടോ. അതുപോലെ കുറച്ചൊക്കെ ഇങ്ങനെ നമുക്ക് കടിക്കാൻ വേണം. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കഴുകി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വറുത്തിടണം. ഇപ്പോൾ വറുത്തിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറി കുറച്ച് കൊഴുപ്പ് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറുത്തിടുന്നതിൻ്റെ കുറച്ച് മുന്നേ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ചക്കക്കുരു വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.